ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം, ലോകരക്ഷിതാവിൻ്റെ ജനനം എങ്ങനെ കൊണ്ടാടണം. ലോകരക്ഷിതാവിൻ്റെ ജനനം എങ്ങനെ കൊണ്ടാടണം. എന്താണ് ക്രിസ്മസ്? ഈ 25 നോയമ്പ് നമ്മൾ വളരെ വിശ്വാസത്തോടുകൂടി നോക്കി ആ ലോകരക്ഷിതാവിൻ്റെ ജനനത്തെ നമ്മൾ കൊണ്ടാടുന്നുവെങ്കിൽ നമ്മൾ വളരെ അനുഗ്രഹീതരായിരിക്കും. നാം പല വീടുകളിലേക്ക് നോക്കുമ്പോൾ 1-ാം തീയതി തന്നെ അവിടെ സ്റ്റാർ തൂങ്ങിക്കഴിഞ്ഞു, അലങ്കാരങ്ങൾ അവിടെ ഒരുക്കിക്കഴിഞ്ഞു. എന്നാൽ എത്ര വീട്ടിൽ ആ നോമ്പ് നോക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ആഘോഷങ്ങളുടെ പിന്നാലെ ഓടി നടക്കുന്ന അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിട്ട് അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ഓർത്ത് അവൻ്റെ ജനനത്തെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന അവസരത്തിൽ അവന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ടോ? അവൻ്റെ തൃപ്പാദത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അങ്ങനെ 25 ദിവസത്തെ നോമ്പ് നോക്കിയതിന് ശേഷം നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്നുവെങ്കിൽ അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. എന്താണ് ക്രിസ്മസ് എന്ന്? മനോഹരമായി അലങ്കരിച്ച മരങ്ങളാണോ ക്രിസ്മസ്? മിന്നുന്ന കടലാസുകളിൽ പൊതിഞ്ഞ സമ്മാനങ്ങളാണോ ക്രിസ്മസ്? പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ക്രിസ്മസ് അപ്പൂപ്പനാണോ ക്രിസ്മസ്? പാട്ടുകൾ പാടി രസിക്കുന്ന കരോൾ സംഘങ്ങളാണോ? മനോഹരമായി അലങ്കരിച്ച പുൽക്കുടിലാണോ? വിവിധ രുചിയുള്ള നിറമുള്ള കേക്കുകളാണോ? ആർഭാടവത്തോടുകൂടി ഉണ്ടാക്കിയ സദ്യകളാണോ? എന്താണ് ക്രിസ്മസ്? ഇതൊന്നുമല്ല ക്രിസ്മസ്. പിന്നെയോ, യേശു പിറന്ന ദിവസം ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ രാജകൊട്ടാരത്തിലല്ല ജനിച്ചത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പുൽക്കൂട്ടിൽ ജനിച്ചു. നസറേത്തിൽ എളിയ ഭവനത്തിൽ ജീവിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് മരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ജീവിച്ചിരിക്കുന്നവനും നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനുമായ യേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത്. ദൈവമായിരുന്ന യേശു ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴുവാനാണ് അവൻ വന്നത് എന്ന് നാം മറക്കാതിരിക്കുക. യേശുവിൻ്റെ ആവശ്യം ആഘോഷങ്ങളല്ല, യേശുവിൻ്റെ ആവശ്യം നമ്മുടെ ഹൃദയമാണ്. ആരാണ് നമ്മുടെ രക്ഷകൻ? യേശുവാണ് നമ്മുടെ രക്ഷകൻ. ആരാണ് നമ്മുടെ കർത്താവ്? യേശുവാണ് നമ്മുടെ കർത്താവ്. യേശു നമ്മുടെ ഉള്ളിൽ പിറക്കട്ടെ, ഒരു ശിശുവായിട്ടല്ല, പിന്നെയോ രാജാവായി, കർത്താവായി, ദൈവമായി, സഖിയായി, തുണയായി, പ്രാണപ്രിയനായി, അത്ഭുതം മന്ത്രിയായി, സമാധാന പ്രഭുവായി നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നോക്കുമ്പോൾ നമ്മൾ അതിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ആ സ്നേഹത്തെ ഓർത്ത് അത് നാം മറക്കാതെ ഒരു പുതിയ മനുഷ്യനായി ലോകത്തെയും ജനങ്ങളെയും ജാതി മത ഭേദമില്ലാതെ സ്നേഹിച്ച് ഉപകരിച്ച് ജീവിച്ചാൽ ഈ ലോക ജീവിതം നമുക്ക് സഫലമാക്കുവാൻ സാധിക്കും. അതുപോലെ സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കുവാനും സാധിക്കുമെന്ന് അറിയിക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. നാം ഓരോരുത്തരും ഈ 25 ദിവസത്തെ നോമ്പ് വളരെ ആഗ്രഹത്തോടുകൂടി, വളരെ തയ്യാറെടുപ്പോടുകൂടി നാം ഈ നോമ്പിനെ ആചരിക്കുന്നുവെങ്കിൽ, നാം ദിവസവും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ലോകരക്ഷിതാവിനെ നമ്മൾ ധ്യാനിക്കുന്നുവെങ്കിൽ, വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുന്നുവെങ്കിൽ, ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നുവെങ്കിൽ, നാം എപ്പോഴും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ രക്ഷിതാവിൻ്റെ തൃപാദത്തെ സമർപ്പിച്ച് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി നല്ല ഒരു ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കും. അതിനായി നാം ചെയ്യേണ്ടത് ആദ്യം യേശു കുഞ്ഞിനെ നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുകയാണ് വേണ്ടത്. ആ യേശു കുഞ്ഞിനെ ഹൃദയത്തിൽ ജനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നാം
നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്, നമ്മെ തന്നെ ശുദ്ധമാക്കേണ്ടതുണ്ട്. നാം ശുദ്ധമാകുന്നത് എന്ന് പറയുന്നത് നാം സൽപ്രവൃത്തികളിലൂടെയും നല്ല കാര്യങ്ങളുടെ ചിന്തയിലൂടെയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിലൂടെയും കുദാശകളിൽ സംബന്ധിക്കുന്നതിലൂടെയും ഒക്കെയാണ് എന്ന് നാം മറക്കാതിരിക്കണം. അതുപോലെ തന്നെ നാം ദിവസവും വായിക്കേണ്ടതായ 7 മസ്മൂറുകളുണ്ട്. അത് നമ്മെ സഭ പഠിപ്പിച്ചിട്ടുള്ളതാണ്. 6, 32, 38, 51, 102, 130, 143 എന്നിവ നമ്മൾ വായിക്കുന്നുവെങ്കിൽ, ഈ 7 മസ്മൂറുകൾ ദിവസവും വായിക്കുന്നുവെങ്കിൽ നമുക്ക് അനുതാപമുണ്ടാകും. നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. അതൊക്കെയും നാം ആ 7 മസ്മൂറുകൾ വായിച്ച് ദിവസവും നമ്മൾ ധ്യാനിക്കുന്നുവെങ്കിൽ, അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മളുടെ ഈ ക്രിസ്മസ് നമുക്ക് സഫലമായി ലഭിക്കും. എന്ന് മാത്രമല്ല, ഇന്നുവരെ നമ്മൾ ആഗ്രഹിക്കുന്നതായ ചില നല്ല കാര്യങ്ങൾ അവൻ നമുക്ക് സാധിച്ചു തരും. നമ്മുടെ പിതാക്കന്മാർ അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ അവനെ ആശ്രയിക്കുന്നുവോ അപ്പോഴൊക്കെയും അവൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ലോകരക്ഷിതാവിൻ്റെ ജനനം എങ്ങനെയാണ് നാം കൊണ്ടാടേണ്ടത് എന്ന് ഒന്നുകൂടി ചിന്തിച്ച് നമ്മൾ ആഘോഷങ്ങളാക്കി മാറ്റാതെ ആഘോഷങ്ങളോടൊപ്പം തന്നെ അവനെ ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നമുക്കൊരു അനുഗ്രഹപ്രദമായ ആഘോഷമായി തീരുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.